അപ്പം നമുക്ക് എന്തായാലും ഡിസ്കോഡ് പോവാൻ കുറെ നാളായി നമ്മള് ഡിസ്കോഡ് ട്രോൾസ് ഇതൊക്കെ കണ്ടിട്ട്. ഇപ്പൊ എന്തായാലും നമുക്ക് ഡിസ്കോഡ് ട്രോൾസ് കാണാം. രായൻ ഉണ്ടാന്ന് നോക്കട്ടെ, രായനെ വിളിക്കാം. രായ, ഹലോ. ലൈവാണ്. അല്ല ഞാൻ ഇത് ഡിസ്കോഡ് റിയാക്ഷൻസ് കുറെ ആളായില്ലേ ചെയ്തിട്ട്. അപ്പൊ ഇന്ന് നമുക്ക് അതൊക്കെ ചെയ്തിട്ട് പിന്നെ അതിനുശേഷം ഷാർപ്പിലോട്ട് കയറാന്ന് വിചാരിച്ചു ഞാൻ. അപ്പം ജസ്റ്റ് നീ ഉണ്ടാക്കിയത് ഇതിന്റെ അടുത്തോട് വരാനായിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. എവിടെ നമ്മുടെ ട്രോൾ സെക്ഷൻസ് എവിടെ? ട്രോൾസ്. ഇത്ര നാളായല്ലേ ട്രോൾസ് ഒക്കെ കണ്ടിട്ട് തന്നെ ഒരു വലിയൊരു കാലമായി ഇപ്പൊ. അതുകൊണ്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പോലും അറിഞ്ഞൂടാ. വന്ന വഴി തന്നെ ഒരു കിണ്ടൽ റീൽസ് ആണല്ലേ. എന്തായാലും നോക്കാം. റീൽസ് കാണാൻ പറ്റിയതാണെങ്കിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. എന്തായാലും അഖിൽ മാരാറിനാണ് ആദ്യം കൊണ്ട് വെച്ചിരിക്കുന്നത്. ഗബ്രി ജാസ്മിനാണ്. അപ്പൊ കാണാം. നല്ലൊരു ടോപ്പിക്കാണ്. വിജയിപ്പിക്കാൻ വേണ്ടി ടാസ്ക് കൊടുക്കുന്നു. പൊതുവെ ജനങ്ങൾ പറയുന്നു. ഏതെങ്കിലും അവരുടെ ഏതെങ്കിലും കണ്ടന്റ് കണ്ടിരുന്നോ? കണ്ടന്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതുവരെ ഒന്നും കണ്ടില്ല. എല്ലാം എന്തോ കാണുന്നതെല്ലാം ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളത്. അത് കാണാനാണെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം വേറെ സൈറ്റിൽ കയറി എന്തൊക്കെ പച്ചക്കൊക്കെ പറയുന്നത്. എനിക്ക് പറയാനുള്ള ഇവർക്ക് ഒരു പേടിയൊന്നുമില്ല കേട്ടോ. ഇവർക്ക് പറയും. അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ട് ഇവർക്ക്. ഫൈനലി ദി ഡേ ഹാസ് കം. എന്താണ് ഡേ? എന്തൊക്കെയാണ് ഇതൊക്കെ ട്രോളൊക്കെ പറഞ്ഞ ട്രോൾ എന്ന് പറഞ്ഞിട്ട് ജാസ്മി കുളിക്കാൻ പോണതൊക്കെ എടുത്ത് വെച്ചിട്ട് ട്രോളാക്കിട്ടെ. എന്തിനു പറയല്ലേ അങ്ങനെ ഒരു തമ്മാര്. ബ്രോ ടെസ്റ്റ്. സത്യം ആളൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. എനിക്കൊരു പട്ടീനെയും പേടിയില്ലെന്ന് ഞാനൊക്കെ പറയാനുള്ള പറയുന്നത്. ന്യൂ ഫിയർ അൺലോക്ഡ്. എന്തിനാണ് എടേ ഇത് മറ്റേ ഇതാണ്ടാ. ഇത് ചുമ്മാ ഫേക്കാണ്. കാരണം അവന്റെ എവിടെ തട്ടിയിട്ട് പോലും ഇല്ല. ഇത് മനസ്സിലായില്ലേ? ഇത് എവിടെ തട്ടിയിട്ട് പോലും ഇല്ല അവന്റെ. നോക്കുക കണ്ട, ആ കൈയാണ് വെക്കുന്നത്. അഭിനയം എന്റെ പിഴച്ച അഭിനയം കൊണ്ടുപോടാ. ഇത് പറയുമ്പോ അവന്റെ ലോറി ഒന്ന് എടുത്തോണ്ട് പോണം. അത്ര യഥാർത്ഥത്തിനെ കൊണ്ടുപോകണം. അവന്റെ കെട്ട അഭിനയം. പ്രസിദ്ധ് പോയതാണെന്നാ ഇതാരും പെപ്സിയാണോ? ആ കണ്ട് എന്തായാലും വൺ ടാം ഇതൊക്കെ. എന്റെ ഡാനോസൈഡ് ഇത്തിരി സീനാണ് കേസ്. ഇവളെ ഇച്ചിരി വിഷയമാണ്. ഇവള് പബ്ജി PC വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഇവിടെ. ഇവിടെ സ്നൈപ്പിംഗ് ഒക്കെ ഭയങ്കര വിഷയമാണ്. മനസ്സിലായില്ലേ? എന്റെ അളിയായി ഡ്രാഗനോവിന്റെ ക്രോസ് റേഞ്ചിൽ ഒറ്റ അടിയിൽ അമ്മോ. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു 5 അടി അടിച്ചു കഴിഞ്ഞിട്ട് പറയണേ. എന്നിട്ട് നമ്മൾ പറയണേ 2 ഷോട്ട് കൊണ്ടടേ 1 അടി അടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ചത്തരേന്ന് പറയല്ലേ. ബാക്കി ഒന്നും കൊള്ളത്തും ഇല്ല. എന്നിട്ട് കൂടെ ഉള്ളവരെ കുറ്റം പറയും. നീ എത്ര അടിക്കാച്ചെന്ന് പറയും. അവളൊക്കെ ഒറ്റ അടിക്കൊക്കെ തീർത്തിട്ട് പോയി. സെറ വന്നാ ചാറ്റില് എവിടെ? ഞാൻ ആരെ പിടിച്ച് ബാൻ ചെയ്തെന്ന് തോന്നുന്നു. കൈ എന്തരോ കൊണ്ടിട്ട്. ബെസ്റ്റ് പബ്ജി പ്ലെയർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞാണെന്ന് തോന്നുന്നു ടാറ്റാസ്. അങ്ങനെ ഒരു ഇവനെയൊക്കെ ഉണ്ടല്ലേ വലിയ പ്രശ്നമാണ്. സെറ ബെറ്റർ ഇതൊക്കെ കേക്കാൻ വയ്യ എനിക്ക്. എന്തൊക്കെ കേക്കണല്ലേ നമ്മള്. നീയൊക്കെ ഇങ്ങനെ നടരാ. എന്തിനു കൊള്ളാതിന് അണ്ണാ. എന്റെ ഫ്രണ്ട് കമ്പോസ് ചെയ്ത് പാടിയതാണ്. ഇങ്ങനെ എന്താ പറയണേ. ഞാൻ അത് പാട്ട് കുറച്ച് അവസാനം കേൾക്കാൻ പറഞ്ഞു.
പ്രേമലി ചെയ്യാവോ? ഈ പുള്ളിയുടെ വർക്ക് എല്ലാം നൈസാണ്. വരവരാന്തിന്റെ വർക്കുകളെല്ലാം ഒരു വെറൈറ്റി വർക്കുകളാണ്, എല്ലാം നൈസായിട്ട് 24 ആവാതെ ഗാംഗറോട് കിട്ടൂല. അതെ അതെ, വില്ലൻ ദാസിനാണ്. വില്ലൻ ദാസ് എന്നുള്ള മറ്റൊരു പോലെ വില്ലൻ റാംബോ എന്നൊക്കെ കിട്ടാത്തിരുന്നല്ലേ, വില്ലൻ ഷാ അങ്ങനെ കിട്ടത്തേക്ക് കുറച്ചുകൂടി ഗംഭീര വരില്ലേ. വില്ലൻ ദാസ് എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ പെമ്പാര് പാവപ്പെട്ട ആളെ ദാസപ്പരം നാക്കി പിടിച്ച് ടിവിയിൽ കയറി വീട്ടിൽ തീരാക്റ്റീവായി. ഇറ്റ്സ് എ മിത്ത്. നിങ്ങളെ ലോണ്ട എന്തൊക്കെയല്ലേ ഇതെന്തിന്റെ വണ്ടികളുടെ മേളെ, വണ്ടികൾ മാത്രമുള്ള സീൻ പോലെ പെട്രോൾസും ഒക്കെ എന്തോന്നു. ഹലോ, ആരാന്നത്? ഇവൻ ആരാന്നറിയോ അണ്ണാ? ഇല്ല. ഇവൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എലിയുടെ കൂടെ ഒരുത്തൻ പിന്നാലെ നടക്കുന്നുണ്ട്. LGTV ലൂമി അവനാന്നത്. LGTV ലൂമി നോവ ചവിട്ടി അവന്റെ പ്രശ്നം അവനാണത്. LGTV ടാ. എലീനെ പ്രപ്പോസ് ചെയ്തിട്ടാടാ നീ? സത്യം പറയാനോ എലി എന്നെ പ്രപ്പോസ് ചെയ്തു കേട്ടോ ഇന്നലെ. ഓ, നീയാന്ന് പ്രപ്പോസ് ചെയ്തത് ഞാൻ കണ്ടു കേട്ടോ. നീ എന്താ പറയാ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് താല്പര്യമില്ല. അറിയാം നിന്നെ എലി പ്രപ്പോസ് ചെയ്ത്. എന്നിട്ടേ അതെ അതെ സത്യം അല്ലേ? താങ്കളെ അറിയാമല്ലോ, ഞാൻ സുന്ദരനായി പോയല്ലോ. അതെ 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 അതെ. നിന്റെ തലയിലിരിക്കുന്നത് നിന്റെ ചന്തിയിലിരിക്കുന്നത് നിന്റെ തലയാണോ? താങ്കളുടെ ചന്തി പുലിത്തോനാണോ? അല്ല, നിന്റെ ചന്തി അത് അതുപോലെ ഇരിക്കണം. എലി നിന്നെ പ്രപ്പോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ പൊന്ന് ബ്രോന്റെ പേരെന്താ? എന്റെ പേര് പരന്തുവാസു. അറിയാലോ ഞാനൊരു സുന്ദരൻ. ഒരു ചോക്ലേറ്റ് ബോയാണ് ഞാൻ. സത്യം സത്യം സത്യം. സത്യം കീടിലം. ഈ മുടി എവിടെ വെട്ടിയത്? മുടി ആഫ്രിക്കന്നാണ് കേട്ടോ. ഓ, കിടിലം കേട്ടോ. നൈസ്. ആഫ്രിക്ക വന്ന് ഞാൻ സെറ്റ് ആക്കിയാലോ? അല്ല, നീ എലിയെടുത്ത് നോ പറയാനുള്ള റീസൺ എന്തായിരുന്നു എന്ന് കേക്കട്ടെ. എന്റെ ഡാഡി മമ്മിയും വഴക്ക് പറയും കേട്ടോ, അത് കാരണം. അതിന് നിനക്ക് തന്തയുണ്ടോ? എന്റെ ഡാഡി അങ്ങ് ആഫ്രിക്കൻ അഗ്രികൾച്ചർ ആണ് കേട്ടോ. നിനക്ക് തന്തയുണ്ടോ? അതൊക്കെ ഇതിന് പറയല്ലേ, പാമ്പ് അതിനെ അങ്ങ് സാഡാക്കി കളഞ്ഞു. ബാഗോ, ഇത് നമ്മുടെ ചന്ദ്രന്റെ വണ്ടി വിഷു ആക്കില്ലേ അങ്ങ് പണിഞ്ഞ്. ചന്ദ്രന്റെ വണ്ടി പഠിച്ച് വിഷു ആക്കി. ഇപ്പൊ ചന്ദ്രൻ പക്ഷെ പിച്ചച്ചട്ടിയായിട്ട് നടക്കുന്നത് ഞാൻ അറിഞ്ഞത് വണ്ടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം. ഷിഫ്റ്റാ, പുതിയ ഷിഫ്റ്റ് ഇല്ലേ, പുതിയ കീബോർഡ് മറ്റേ കൺട്രോൾ വെക്കാ ഷിഫ്റ്റിന് വരെ. പുതിയ സ്വിഫ്റ്റ് തെറ്റല്ലടാ, എന്നെ തെറ്റിക്കാമോ? ഷിഫ്റ്റ് അവന്റെ ഷിഫ്റ്റ്. എന്തിനു പറയാല്ലേ, ഇങ്ങനെ കുറെ കിടമ്പന്മാരെ കൊണ്ട് വലിയ ശല്യം തന്നെ. When you realize that boss under is a psychopath. നിങ്ങളുടെ സൗഹൃദം ആരംഭിച്ചത് ഈ വീട്ടിൽ നിന്നാണ്. എനിക്ക് ഈ സാമാനം കാണാൻ താല്പര്യമില്ല. എനിക്കിത് കാണാൻ താല്പര്യമില്ല. അയ്യോ മറ്റേ എനിക്ക് ഇവിടെ കാണുമ്പോഴേ അണ്ണ ഡ്രൈവറെ എവിടെ കണ്ട പോലെ തോന്നല്ലോ അല്ലേ? ഓ, നിന്റെ സ്വന്തടുത്ത് ചോദിച്ചൊക്കെ വലിയ പ്രശ്നം തന്നെ. പരന്തുവാസു ടു ഈഗിൾ ട്രാൻസാക്ഷൻ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇൻഫ്ലുവൻസർ ആണോ എന്താണേലും സോഷ്യൽ മീഡിയയിൽ നിൽക്കണോ ഇതാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. തന്തേലാഴി പറഞ്ഞ ഇനിയും പറയും, ഇനിയും പറയുമെന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ല, നിന്നെ ഇനിയും പറയും. പേട് കണ്ടറിയാം പേടി സാധനം.
ഓജി ബാൽക്കിയതാർ. അതിപ്പോ സാൻഡ്രോ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും എന്റെ മനസ്സിൽ നിന്ന് അത് പോകത്തില്ല. അപ്പൊ സാൻഡ്രോ ഞാൻ കുറെ നാളായിട്ട് സാൻഡ്രോനോട് പറയണം എന്ന് എടാ പേഴ്സണലായിട്ട് സംസാരിക്കാൻ ഇവന്മാർ അത്രേ ഉള്ളൂ. ഓക്കെ സാൻഡ്രോനോട് ഇങ്ങോട്ടോ, സാൻഡ്രോനോടെ കുറച്ച് നാളായിട്ട് പറയണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു. സാൻഡ്രോന് എനിക്കൊരു കളി തരാവോ? അയ്യേ എന്താടാ അയ്യേ സാൻഡ്രോ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞതല്ലേ. സാൻഡ്രോ മോളെ തെറ്റായി പോയെന്നറിയാം, കുഴപ്പമില്ല സാൻഡ്രോ. അയ്യേ എന്തിനാ പറയുന്നത്? ഒരു വയ്യേ രായ സ്വന്തം വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊച്ച കള്ളൻ. ഇത് എന്തിനു പുതിയ ഐഫോണൊക്കെ എടുത്താ? അമ്മോ ഇത് രായ തന്നെ തമിഴ് നെറൂട്ടാണ് രായൻ. കറക്റ്റ് ഒരു ചെറിയ വ്യത്യാസം പോലും ഇല്ലല്ലേ? നിങ്ങൾക്ക് തോന്നുന്നു ഒരു ചെറിയ വ്യത്യാസത്തിന് തോന്നണ്ട. നീ വന്നാ ചത്തിന്റെ അല്ലേ? തല്ലി കൊല്ലുവാരല്ലോ ഉടനെ തീരു. നീ ഒരു ആയനെ കണ്ടാ നീ? എന്റെ അമ്മോ ഇതെവിടെ വീട്ടിലെടുത്താണാ? മുടി ഇത് രായ അല്ലാതെ രായനെ ഒരു പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അടാ ഇതൊക്കെ എന്റെ ഇത് ഞാൻ കാണാടാ, പാട്ടിന്റെ തന്നെ ഞാൻ കാണാം. ലീഡർ ബ്രൂസ് സംജീവ് ബ്രൂസ് എന്തൊരു സംഭവം? സംജീവ് പീറ്റർ മാക്സ് ഇതെന്തൊരു അത് മറ്റേ ബ്രൈസർ മറ്റേ എഫൈറ്റ് അടിച്ചിട്ട് ഇവിടെ വേറെ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയ ഇവിടെ ഒന്ന് ഇറങ്ങി. അതെന്തൊരു ബ്രൈസർ എസ്ത്രേ കട്ട്സ്. സിറ്റുവേഷൻ ഓർത്ത് വെച്ചോ. SNG ആയിട്ട് വള്ളിയായ എങ്ങനെയാണെങ്കിൽ കണ്ണാപ്പി അടി വാങ്ങാനൊരു കടന്ന് മെഴുകിയിട്ടേ പോകത്തുള്ളൂ കേട്ടാ. ഇങ്ങനെ കണ്ണാപ്പി ഇങ്ങനെ അടി വരുന്നു വാങ്ങുന്നത് എടുത്തുള്ളൂ, മെഴുകിയിട്ടേ കൊടുത്തില്ല. അടി ഉണ്ടാകുന്ന മെഴുകും. അതെ അതെ. ഇതെന്തൊരു മദലമ പാർട്ട് 2, മദലമ എക്സ് മല. ഇങ്ങനെയൊക്കെ ഇറങ്ങിയ ഈ വീട് ഇങ്ങനെ കാണിക്കുക. കണ്ടി പോടാ പോയ 5ാം ക്ലാസ് ജയിക്കാൻ തോന്നി. സൗണ്ട് തന്നെ പറയണ കേക്കാം. അടുത്തോട്ട് കേൾക്കുന്നില്ല. അടുത്തോട്ട് വാ മോനെ. അയ്യോ വരാൻ സൗകര്യം ഇല്ല. നീയൊക്കെ ഇന്ന് ഇവിടെ കടന്ന് മെഴുകിയിട്ടേ പോകത്തുള്ളൂ കേട്ടാ. തിരിച്ചു വിടത്തുള്ളൂ, മെഴുകിയിട്ടേ പോകത്തുള്ളൂ. After a long time, exit from Alahala. The subjects is മഴ മാറി കാഴയായി. മലവണ്ണ കയറി വല്ല കൊളയടിക്കണോമാര്. അവന്റെ ഡെഡ് ബോഡി ഇടിച്ചു വന്നപ്പോഴത്തേക്ക് മല കണ്ട കേടാണ് വീണ്ടും അടിച്ചിട്ട്.
വേറെ വണ്ടിയാണ്. എന്തിനാ കേട്ട് കേട്ടാ എന്താ ബർത്ത്ഡേക്ക് ഞാനൊരു സാമാനം എടുത്തു വെച്ച് കൈ പിടിച്ചിട്ട് അത് കേറി വരുമ്പോ പൊട്ടിക്കാന്ന് വിചാരിച്ച് 1/2 മണിക്കൂർ വലത്തോട്ടും ഇടത്തോട്ടും എല്ലാം തിരിഞ്ഞു. ചേച്ചി പാർട്ടി പൂപ്പർ ഉണ്ടോ? ഉണ്ട്. പുള്ളിക്കാരി ആദ്യം തന്നെ ഞാൻ ചോദിച്ചു ഇതിന് എത്ര രൂപയാ? വില പറയാം, പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നതോ ഇത് പൊട്ടുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ കുറച്ചു നേരം നോക്കിയിരുന്നു. എന്ത് സത്യസന്ധ ആദ്യമേ പറഞ്ഞു ഇത് പൊട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല, പൊട്ടിയില്ലെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരുതെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും പൊട്ടി. ഇത് പൊട്ടുകയില്ല, ഇതിന്റെ പിരിയും പോവും, തിരിച്ച് കടയിൽ കൊണ്ടു ചെന്നാൽ തിരിച്ചെടുക്കത്തുമില്ല. അങ്ങനത്തെ ഒരു നാശമാണിത്. അത് സത്യമാണ് കേട്ടോ. ഞാൻ തിരിച്ചിട്ട് ഇത് മിക്കപ്പോഴും പൊട്ടാറില്ല. ഞാൻ എന്തെങ്കിലും ഇത് തിരിച്ചിട്ടുണ്ടോ അതൊന്നും പൊട്ടാത്തില്ല. ഇത് പിഴച്ചിരുന്നിട്ട് അവസാനം വേറെ ആരെങ്കിലും വന്ന് തിരിച്ചു പൊട്ടത്തുള്ളൂ. അല്ല നമ്മുടെ സുനിയുടെ പാട്ടിറങ്ങി. ഞാനരിയുംബരം നീ എടുക്കും കലം വാഴയില് വെട്ട നീ മോടാ സുനിയുടെ അവിയല് പോടി അവിയല് കൂടി പോയി പുളി അവിയല് തിന്നത് വലി ഓ ഓ ഓ ഓ ഓ സുനിയുടെ പാട്ട് വെച്ച സുനി ഇത് എന്തൊരു പുളിച്ചൊരു കറി ആയിന്ന് വരുന്നൊരു തെറി ആരാ സുനി ആരാ അത് അറിഞ്ഞിട്ട് മോളെ കെട്ടിക്കാൻ. അയ്യേ ഈ പാട്ടാണ് അവൻ പാടിയത്. ആരാ സുനി ആരാ അത് അറിഞ്ഞിട്ട് മോളെ കെട്ടിക്കാരാ സുനി ഞാനാ സുനി ഞാനാ ഈ സുനിയുടെ അച്ഛൻ സുനി ഞാനാ. അതൊക്കെ കേക്കാൻ ഇതൊന്നും കണ്ടോണ്ടിരിക്കാനുള്ള ആശയം മറ്റെന്തിനാണ് പറയുന്നത്? ആവതെനിക്കില്ല, അതുകൊണ്ട് ഞാൻ മാറ്റുന്നു. അത് വന്നോണ്ടിരിക്കട്ടെ. ഓ ഇതാണ് മറ്റേ ഇത് മറ്റേ 50 രൂപയുടെ പക്ഷെ 50 രൂപയുടെ സാധനം മറ്റേ 500 രൂപയ്ക്ക് വിറ്റ് എങ്ങനെ ഇരിക്കും? അതാണ് ഇത്. കണ്ണാപ്പിനെ വിറ്റ് അതൊരു വലിയ പ്രശ്നമാണെന്നുണ്ട് ഇച്ചിരി കേട്ടാ. അതിന് വലിയ പേട് വർക്കുകളാണ് ചെയ്യുന്നത്. കൊച്ചൊന്നും അല്ല, ഇച്ചിരി വലിയതൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്. ചെറുക്കണ ഓജോട് ഓർമ്മ ആർപി സിനിമാറ്റിക് രീതിയിൽ ചെയ്തതാണ്. മെഴുകുതിരി കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ട് ഗ്ലാസ് വെച്ച ചൂണ്ടുകറിൽ വെക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ പറയണം. ചുമ്മാ ഇത് കാണാനുണ്ട്. നീ പോയാണ് തിരി എനിക്ക് വലിയ താല്പര്യമേ ഇല്ല ഇങ്ങനത്തെ ഒന്നും കാണാൻ. POV you are watching TVRP. അന്ന് ഒരു ദിവസം നല്ല അറപ്പി എന്താണെന്ന് പറഞ്ഞ ആ ഒരു ദിവസത്തെയാണ് അറപ്പിയാണെന്നല്ലേ വന്നൊരു ദിവസം പറഞ്ഞില്ലേ ഒരു ദിവസം അറപ്പി നല്ലതാണെന്നെന്തോ പറഞ്ഞ ആ അറപ്പിയാണ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ PUBG എന്തോ ആയിരുന്നു, അപ്പോഴാണ് കുറെ എന്തോ ഇതൊന്നും പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. ഈ ഊക്കൽ ഫോമിൽ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഊക്കാൻ ഫോം കേപ്പബിലിറ്റി ഉള്ള ഒരുത്തർ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ അതിനേക്കാളും വലിയൊരു മൊണ്ണയുണ്ടെങ്കിൽ നമ്മളെ നൈസായിട്ട് അവനെ സംസാരിക്കാൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വലിയ സൈഡിലോട്ട് മാറിയിരുന്നു കൊടുക്കണം. മനസ്സിലായോ? പിന്നെ അവര് തമ്മിൽ ആയിക്കോളും.
അയ്യോ പാവടാ. എവിടെ കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ നിന്റെ തന്ത. നിന്റെ തന്തയാണ് തന്ത. നിന്റെ തന്തയുടെ പേരെന്തര്? പേരില്ലേ? പറയ പാവത്തിന് എഴുതാൻ സമയം കിട്ടാത്തത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്തേ. എഴുതാൻ സമയമില്ലാത്തോണ്ട് തുണ്ടൊക്കെ വെച്ചു കൊടുത്ത് ഉത്തരം 2 2A ഇതിനുത്തരം ഇതാണെന്ന് പറഞ്ഞിട്ട് തുണ്ടൊക്കെ വെച്ചു. എടാ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റണോ അല്ലെ? തുണ്ട് കറക്റ്റ് അതിനൊരു സെപ്പറേറ്റ് സ്കില്ലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കണം അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണ്ട് വെക്കാൻ കഴിവുള്ളവർക്ക് മാത്രം വെട്ടി വെക്കുക. പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് തുണ്ട് വെട്ടി കറക്റ്റായിട്ട് വെക്കാൻ കഴിവുള്ളവർക്ക് അങ്ങനെ വെച്ചാ ഇതൊരു തുണ്ട് വെട്ടി വെക്കുന്നതാ. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ വരും, ബുക്കിൽ നോക്കി കണ്ടുപിടിച്ച് പക്ഷെ അത് എഴുതണ്ടേ, നമ്മൾ വെട്ടി വെച്ചാ പോരെ. കുറച്ചുകൂടെ അതൊരു കെട്ട് മറ്റേ 1000 പേപ്പറുള്ള ബുക്കാണ്. അതിന്നൊക്കെ എങ്ങനെ കണ്ടുപിടി? അത് പഠിക്കും, ഇച്ചിരികളൊക്കെ പഠിക്കണം മനസ്സിലായോ? അല്ല മറ്റേ നീ +2 എത്ര വട്ടം തോറ്റി? ഞാൻ ജയിച്ചേ. എത്ര വട്ടം തോറ്റിട്ടാണ് ജയിച്ചത്? അത് പറ. ജയിച്ചാണ് ആരും തോറ്റ കണക്ക് നോക്കൂല, ജയിച്ചാന്നേ നോക്കൂ. അങ്ങനെ തോറ്റാന്ന് നോക്കൂടാ. ഞാൻ നോക്കും. പേടാ നീ നോക്കൂലടാ. എത്ര വട്ടം തോറ്റ നോക്കൂലടാ. നോക്കും വേണ്ട അവര് നോക്കാം. നിങ്ങളൊന്നും ഒരു ഇതിലോട്ട് ലെവലിലോട്ട് വന്നിട്ട്. അതെ നിന്റെ ലെവലിലോട്ട് വരാൻ നമ്മളെ കൊണ്ട് പറ്റൂലടാ. ട്രക്ക് ആ ലെവല് അത്ര താഴെട്ടൊക്കെ നമുക്ക് പറ്റുമോ? ആള് +2 പാസ്സായിട്ടില്ല. എന്നിട്ട് മറ്റേ ഇത് ന്യായം വെറുതെ ന്യായം പറയുന്നു. അവന്റെ ഫ്രാഡ് പയ്യനാണ്. വെറും ഫ്രാഡ് പയ്യൻ. അതും മോശമാണ്. അണ്ണൻ ഡിഗ്രി എന്തിനു പഠിച്ചാ? ഹൗ ഗുഡ് വാസ് ഹി? ഡിഗ്രി പഠിച്ചില്ലല്ലേ? ഡിപ്ലോമ ഉണ്ട്. ഡിപ്ലോമ കോപ്പ് മതി. നിന്റെ തർക്കം പിന്നെ മതി. വാ നമുക്ക് റീൽസ് കാണാം. നിന്റെ തർക്കം പിന്നെ മതി. വാ റീൽസ് കാണാം. വാ. ഹൗ ഗുഡ് വാസ് ഹി? അവൻ പണ്ട് കിടലായിരുന്നാണ് പറഞ്ഞ മനസ്സിലായില്ലേ? പബ്ജിയില് നിന്നെ കണക്കുള്ള കഴിവുള്ള പയ്യനാണെന്നാണ് ഉദ്ദേശിച്ചത്. ഇന്റർവ്യൂ ആണ് ക്വാളിഫിക്കേഷൻ എടുത്തത്. അയ്യോ അതെന്തരും സത്യക്ക് കറക്റ്റ് സാധനം. എന്റെ അളിയാ എടാ കറക്റ്റ് സാധനല്ലേ? സത്യം ആൾക്കാരുടെ കഴിവ് എന്റെ ഇതൊക്കെ എന്തൊക്കെ എത്ര കഴിവുകളാണ് മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്നത്. Sing this song for Sura fans. തങ്കം തരില്ലേ പൂന്തിങ്കൾ കിടമ്പ് തട്ടാറായി പോരില്ലേ തൈമാസപ്രാവ് താരം കുരയ്ക്കും നിൻ തൂവൽ കിനാവ്. അതിന് മുമ്പത്തെ വരി എങ്ങനെയാണ്? തട്ടാറായി പോയില്ലേ പ്രാവ്, അതൊക്കെ ഒറിജിനലാണ്. എടാ തട്ടാറായി പോയില്ല തൈമാസ പ്രാവെന്ന് കറക്റ്റാണ്. അത് കറക്റ്റാണ് ഇരിക്കുന്നത്. തട്ടാറായി പോരില്ലേ, ചാവറായി പോയാ പോവില്ലെന്നല്ല, തട്ടാറായി പോരില്ലേ. അത് വേറെന്തിനാണ് അതിന്റെ അർത്ഥം? തട്ടാറെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു പറയാതല്ല. തട്ടാറെന്ന് പറഞ്ഞ വേറെന്തോ സാധനമാണ്. എന്തോ അതിന് പറഞ്ഞ പേരാണ്
താരം കുരയ്ക്കുമെന്നത് കീനാവ് ചേലോടെ ചേർത്താലേ ചാർത്താലോ എന്നുള്ളവരെ ചേർത്താലോ മാനച്ചേല് മൂവന്തി മുത്തേ നീ കാക്കൂന്തൽ മെടേണം മാണിക്യമൈരേ നീ കച്ചേരി പാടേണം കല്യാണം കാണാൻ വരേണം കണ്ണാടി പുല്ലേ കല്യാണം കാണാൻ വരേണം. പയ്യ സുരാഫാനാണ് കേട്ടാ, ആള് സുരാഫാനാണ്, ഒരു ഡൗട്ടും വേണ്ട. ഇത് എന്നിട്ട് ഒളിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഫാനാണ് അവളുടെ ആ ഒരു ഫാൻസ്. അവളെ പുറത്ത് കാണിക്കാതെ വെച്ചിരുന്നതാണ് സത്യം പറഞ്ഞ. എത്ര നമ്മുടെ നാട്ടിലാണ് സുരണ്ണം ഫാൻസ് അസോസിയേഷന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇതത് തന്നെ, ഇത് തന്നെ, ഒരു ഡൗട്ടും വേണ്ട. ആള് ജാതി മാണിക്യം. ഇതൊക്കെ ആരുടെ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു കട്ട് കിട്ടിയ ഉടനെ വെട്ടിക്കൊണ്ടിട്ടിട്ട് സരക്കണ്ണന്റെ അണ്ടിന്ന് പറഞ്ഞു എടുക്കണം വരും. ഇത് ഏതോ ഒരു ഊമ്പനെ കൊണ്ട് ഞാൻ എങ്ങനെ പറഞ്ഞതിന് ഏതോ ഒരു ഊമ്പിയവനാണ് ഇത് ചെയ്തതെന്നാണ് ഉദ്ദേശിച്ചത്. പറ്റില്ല കൊണ്ടുവന്നിട്ടിട്ട് എന്റെ ഫോട്ടോ കൊണ്ടുവച്ചിട്ട് ആണെന്ന് പറയാൻ കിട്ടുള്ളൂ. ഇതൊരു കഷ്ടമാണല്ലേ ഇത്. എന്തൊരു കൈസ് ഇത്, വേറെ വല്ലാത്ത. നിന്റെ തന്തയുടെ കാട്ടുള്ള പലരും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് തന്തേന്ന് വിളിക്കും ഇവരെ മേരി. ഹലോ നമ്മള് ഇവിടെ സാൻഡി കഴിഞ്ഞിട്ട് ഒരു പാടമുണ്ട്, അവിടെ കോലമായിട്ട് നിൽക്കുന്നവർക്ക് 1000 രൂപ ദിവസം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്ന് പോയി നിന്നൂടെ ഫ്രീ ആയിട്ടിരിക്കുമ്പോ? ശരിയാ ഞാൻ പോണേ. ആലോചിച്ച് വിളിക്കണത് കണ്ടാറ്. എന്തോടാ ഞാൻ നിൽക്കുന്നിടത്ത് മഴയുണ്ട്. എന്തൊക്കെ നിനക്ക് വാലുണ്ടായിരുന്ന, നിനക്കൊരു വാലും ഒരു എല്ലും കൂടുതലാണെന്ന് എല്ലാരും പറയാറുണ്ട്. നിനക്ക് പലതും കുറവാണെന്നും ആളുകൾ ചന്ദ്രക്ക് ഇട്ട് കൊടുത്ത് വാങ്ങണല്ലേ. ഇച്ചിരി എനിക്ക് തരുമോ എന്ന് വെച്ച് ചോദിച്ചു വാങ്ങണം. ഇട്ട് കൊടുത്ത് വാങ്ങുന്ന സൈറ്റുകളാണ് ഇതൊക്കെ. ഏതാ വണ്ടി? ഇപ്പോഴൊക്കെ വണ്ടിയൊക്കെ ഓടിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അതിന് അവിടുന്നും ഇവിടുന്നും ഷോർട്സ് കട്ട് മാനിപ്പുലേറ്റഡ് ആയി വീഡിയോസ് എഡിറ്റ് ചെയ്ത് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതുപോലെ ആക്കി നാട്ടുകാരെ കൊണ്ട് എന്നെ തെരുവിൽ കേൾപ്പിക്കുമ്പോൾ സുഖം കിട്ടുന്ന കുറച്ച് എക്സ്പ്ലെയിൻ ബട്ട് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എക്സ്പ്ലെയിനിങ് because I don't know explanation to anybody. Do I look like I don't give a fuck? Because actually I don't. ഒഴുക്കിൽപ്പെട്ട അറോട്ടിൽ പോയി അവസാനിക്കറിയാം പറഞ്ഞ റേസ് ഉണ്ണക്കി മൗണ്ടൻ സ്കൈ മൗണ്ടൻ സ്കൈ എന്തിനും അയ്യോ മറന്നില്ലേ. വാനം മീൻസ് സ്കൈ, മൗണ്ടൻ സ്കൈ. അവന്റെ മൗണ്ടൻ സ്കൈ ഇതിനെയൊക്കെ കൊണ്ടുള്ള എന്റെ ശല്യമാണ്. ഇനോഗ്രേഷൻ ഉണ്ടാണ്. എന്തിനാ അത്ര വിഷമിക്കുന്നേ? ഞാൻ പറയാം, നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ നമ്മുടെ കൂട്ടുകാരോട് പറയുമ്പോഴായിരിക്കും പകുതി പ്രശ്നങ്ങൾ തീരുന്നത്. കോച്ചി കൊടുത്ത് ഇടക്കോട്ടെ മാറി സ്വന്തത്തിനൊക്കെ സ്വന്തമായിട്ട് കട്ട് ചെയ്തിട്ടാണ് അത് സ്വന്തത്തിൽ ഒക്കെ വാങ്ങുന്നത് കട്ട് ചെയ്തെടുത്ത്. എന്തിനാ മനുഷ്യക്ക് ജിമ്മിൽ പോണതേ ഉള്ളു കൈ. സത്യം പറയാല് 5 പൈസയുടെ ബുദ്ധിയില്ല.
ജിമ്മിൽ പോകണമെന്നുള്ള ഒരൊറ്റ റീസൺ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ട് ഒരു ബുദ്ധി ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇങ്ങനെ പോലെ വേറെ ആരും ഇല്ല. നല്ല രസമുണ്ട് കേൾക്കാൻ, പക്ഷെ ലൈവ് ഇരുന്ന് കേട്ടാ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ അല്ലാതെ കേൾക്കാൻ നല്ല രസമുണ്ട്. ആ മിക്സ് നല്ല കൊള്ളാം. പക്ഷെ ഇല്ലുമിനാറ്റി പാട്ട് പക്ഷെ ഇപ്പൊ കേട്ട് 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 എവിടെ നോക്കിയാലും ഇല്ലുമിനാറ്റി. അത് മാത്രം എനിക്കൊരു ശോകമായിട്ട് തോന്നിയുള്ളൂ. കേൾക്കുന്നതിനൊക്കെ ലിമിറ്റ് ഇല്ലേ, അതിന്റെ അപ്പുറമായി ആ പാട്ട്. എല്ലാരും ഓപ്പൺ മീനാണ്. ഓ ആവശ്യമുണ്ട്. ഇതെന്തായിരുന്നു ഇത്? എല്ലാ ഗെയിം ഉണ്ടല്ലേ ചന്ദ്രന്റെ? മനസ്സിലായി. ഇത് പൈസ ഇല്ലാത്ത സമയത്ത് ചെയ്യിപ്പിച്ച വീഡിയോ ഇത് കാണാല്ലേ ടൈറ്റ് ആയിരുന്നാണ് ആ സമയത്ത്. അതിന് ക്ലാരിറ്റി കുറവും ഒരു ബന്ധമില്ലായ്മയൊക്കെ വരുന്നുണ്ടല്ലേ. ഇതൊക്കെ വരുന്നത് മറ്റേ വാട്ടർ മാർക്കൊക്കെ വരുന്ന സാധനം വെച്ച് എഡിറ്റ് ചെയ്തതാണ്. ഇത്തിരി ടൈറ്റ് ആയിരുന്ന സമയത്താണ് ചെയ്തത്. അതിന്റെ പ്രശ്നമാണ്. സാലറി ചേട്ടന്റെ ഏട്ടയുടെ ലുക്കൊക്കെ നിനക്ക് വാലുണ്ടായിരുന്ന ചുമ്മാ അല്ല, പണ്ട് തൊട്ട് നിനക്കൊരു വാലും ഒരു എല്ലും കൂടുതലാണെന്ന് എല്ലാരും പറയാറുണ്ട്. ഇപ്പൊ അത് മനസ്സിലായി യാഥാർത്ഥ്യാണെന്ന്. വാല് നോക്ക്. പലതും കുറവാണെന്നും ആളുകൾ പറയാറുണ്ട്. അങ്ങനെ ഒരു മണ്ടൻ പോയി ചോദിച്ചായിരുന്നു ഫോർ ഇൻഫർമേഷൻ. പ്രമോഷൻസ് തന്നെയാണ്, പക്ഷെ അതിൽ എന്താണ് കുഴപ്പം? എല്ലാവരും ചെയ്യുന്നത് തന്നെയല്ലേ എന്നാവും ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത്. നിക് വ്ലോഗ്സ് ചെയ്യുന്ന പരസ്യങ്ങൾ നോക്കൂ. റീമാച്ച്, ഫോർ എ ബെറ്റ് എന്നീ ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പുകളുടെ പരസ്യങ്ങളാണ് ഇതൊക്കെ. എന്തുകൊണ്ടാണ് ഇത് ഇല്ലീഗൽ എന്ന് അഡ്വക്കേറ്റ് ജിയാസ് ബ്രോ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഈ പറഞ്ഞ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ഉൾപ്പെടെ ഒരു ആപ്ലിക്കേഷനുകൾക്കും ഇന്ത്യയിൽ നിയമപരമായി പ്രവർത്തിക്കാനായിട്ടുള്ള അനുമതിയില്ല. ഒരു ഓഫീസോ ഐഡന്റിറ്റിയോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം ആപ്ലിക്കേഷനുകളിൽ പണം നിങ്ങൾക്ക് ലഭിച്ചാലും നാളെ നിങ്ങൾ നിയമക്കുരുക്കിൽ പെട്ടേക്കാം. നിക് വ്ലോഗ്സ് ഇട്ട ഒരു സ്റ്റാറ്റസ് ആണിത്. 2000 ഇട്ടു, 11,480 രൂപ കിട്ടി. കണ്ണ് മഞ്ഞളിക്കുന്ന റിട്ടേൺസ് പ്രോമിസ് ചെയ്തുകൊണ്ടാണ് ഇയാൾ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതുപോലത്തെ പല സ്റ്റാറ്റസുകളും ദിവസവും കാണാം നമുക്ക്. നിക് വ്ലോഗ്സ് മാത്രമല്ല, പല ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതുപോലത്തെ ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പുകളാണ്. പലരും ഇതിന്റെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രശ്നമാണല്ലേ പറ്റിയ വീഡിയോ. സത്യം ഇതിനെ കുറിച്ച് ഇട്ട എന്റെ പേരിൽ വിൽക്കാൻ എന്നെ കെട്ടിക്കൊണ്ട് പോകും കേട്ടാ. നല്ല പേര് പറയും ബാച്ച്. വാ സുന്ദര കില്ലാടി എന്നാണോ പേര് ഈ പയ്യന്റെ? നിനക്കത് മനസ്സിലായി ആരെന്ന്? ബാബു പാച്ചക സുന്ദര കില്ലാടി എന്നാ ഈ പയ്യന്റെ പേര്. കറിയത്തിന്റെ കിട്ടും. 502 കോടി പ്രൈസ് പൂൾ. ഒരു കഴിവില്ലല്ലേ, ഒരു കഴിവില്ലാതായി പോയി. അതില് 10 കോടി എനിക്കാണ്. വാലറന്റിൽ എവിടെ എത്തിയില്ല, പബ്ജി PC എവിടെ എത്തിയില്ല, ബാക്കിയുള്ള ഗെയിമുകൾ കളിക്കാറില്ല. വാലറന്റ് ഇല്ലല്ലേ ഇതിനകത്ത്? ഉണ്ടോ? ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരു ഗെയിമും കളിക്കാനും അറിഞ്ഞൂടാ. 502 കോടി പ്രൈസ് പൂൾ. അങ്ങനെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ പബ്ജി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. പബ്ജി PC കൊണ്ട് ചുമ്മാ ഇരി. ഓ എല്ലാത്തിനും കയറി തറകിയും പട്ടി. ഇത് തണ്ണി, ഇത് മത്തൻ, തണ്ണി മത്തൻ. ഇത് മൂക്ക്, ഇത് കട്ട, ഇത് മാങ്ങ, അത് ആണ്ടി മാങ്ങാണ്ടി. അയ്യേ അതെന്തിന് ഇത് കേട്ടാ? ഇത് മാങ്ങ, അത് ആണ്ടി മാങ്ങാണ്ടി. അത് ആണ്ടി മാങ്ങാണ്ടി. ബാക്കിയുള്ളത് കമന്റ് ബോക്സ്. എന്താടാ അതൊക്കെ? കെവിൻ ഇങ്ങനെയാണ്. വീട്ടിലൊക്കെ അങ്ങനെയാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഡ്രോപ്പ് ചെയ്യണം എവിടെയും. ഹോസ്പിറ്റൽ ഡ്രോപ്പ് ചെയ്യാവോ? ഞങ്ങളെ 4 പേരുണ്ട്. കുട്ടി ഇതായി ഈ കാർ എടുത്ത് പൊക്കോ.
മനസ്സിലായി ആർക്കാ ഭ്രാന്തെന്ന്. ട്രക്കിയല്ലേ അത്? ട്രക്കി 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 എടാ അങ്ങനെ ഒരു വണ്ടി അത് അതിന്റെ പുറകെ പോയി ചത്തേക്കുന്നു. കുക്കിയുടെ കിഴപ്പത്തിരി ചില്ലറല്ല. അവൻ രണ്ടു വട്ടം ഇങ്ങനെ ചാവുമ്പോ അവന്റെ ആ ഒരു പുഴുക്കത്തുള്ള സത്യം പറയല്ലേ. അവൻ അല്ലെങ്കിൽ ഇത്തിരി കുഴപ്പമാണ് അവൻ. എന്താ ഇതൊക്കെ ചുമ്പേ കൊല്ലതൊക്കെ ഉണ്ടാക്കി വിടുകയാണ്. പൂക്കാൻ ഒരു മനുഷ്യനും അതുപോലെ ചെയ്യാൻ ഒരുത്തിയും. വിഷു സ്പെഷ്യൽ സെൽഫ് കണ്ണൻ ചേട്ടാ, ദാസിന് എത്ര രൂപ ആണ് കൈനീട്ടം കൊടുക്കണ്ട ഞാൻ? ദാസിന് എത്ര രൂപ ആണ് കൈനീട്ടം കൊടുക്കണ്ട ഞാൻ? ദാസിന് നീ ഒരു രൂപ. തിരുമേനി ഒരു വേണ്ടി മറ്റേ തുറന്നാലും പറഞ്ഞില്ല. എടാ നിനക്ക് ദാസിനെ അറിയത്തില്ല, ദാസ് ടോപ്പിയർ ട്രോൾസ്. അവൻ എത്ര രൂപ കൈനീട്ടം കൊടുക്കണം നിന്റെ അഭിപ്രായത്തിൽ? എന്റെ അഭിപ്രായത്തിൽ ഒരു പുള്ളി നിനക്ക് ചെയ്യുന്ന ഇതൊക്കെ വെച്ച് നമുക്ക് 1 ലക്ഷം എങ്ങനെ പോകും? പുണ്യാളം കൊണ്ടുവന്നാ ഇവനെ. ഇതൊക്കെ വെച്ച് നമുക്ക് 1 ലക്ഷം എങ്ങനെ പോകും? സമ്മതിക്കൂല. നീ പറ, നിനക്കറിയാമോ ദാസ് ടോപ്പിയെ? ഇല്ല, അറിയാൻ സാധ്യത. എന്നാലും അവൻ എത്ര രൂപ കൊടുക്കണം? ഞാൻ രാവിലെ ചേട്ടൻ കണ്ടല്ലേ. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. ഞാൻ 1 രൂപ എടുക്കാൻ പറഞ്ഞു. 1 രൂപയാണ് കൈനീട്ടത്തിന് കറക്റ്റ്. കാരണം 1 രൂപയാണ് കൈനീട്ടം പറഞ്ഞ. ഒരു കലാകാരനെ തളർത്തിയിട്ടിട്ട് മൂപ്പര് മെയിലാവുകയാണ്. ആയിക്കോട്ടെ, ഞാൻ തിരിച്ചു വരും. വെല്ല് വിളിക്കുന്നു. എന്തൊക്കെ ഈ പിത്തൾജീനോട് ആരെങ്കിലും ചോദിക്കോ? പിത്തൾജി എടുത്തൊക്കെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ 1 രൂപ കൊടുക്കണം? അതാണ് ആരെങ്കിലും ചോദിക്കോ? പിത്തൾജി എടുത്ത് ആരെങ്കിലും ചോദിക്കോ? എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ പിത്തൾജി എടുത്തൊക്കെ പോയി ചോദിക്കുന്നതിനെ കാട്ടി ചോദിക്കാതിരിക്കുന്നതല്ലോ. ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. ചോദിക്കരുത്, അതിൽ നല്ല ചോദിക്കരുത്. അത്ര ഗതികെട്ട ഡിസ്റ്റൻസിലല്ലേ, ഗതികെട്ട തീരുമാനങ്ങൾ അവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടെടുക്കേണ്ട അവസ്ഥ വരരുത്. ഇത് വിഷയമാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണ് ട്രാൻസ് സ്റ്റൈല്. ഇതൊക്കെ പറഞ്ഞപ്പോ ഇന്നത്തെ വീട്ടിലെ അവസ്ഥയാണ് ഓർമ്മ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലല്ല, ഒരു സീൻ ഉണ്ടായിരുന്നു വീട്ടിലിടാ. അത് പറയാൻ പറ്റുമോ എന്ന് അറിയാമല്ലോ അത്ര പറയാത്തത്. എന്നിട്ട് ഇവിടെ അല്ല സീരിയസ് അല്ല, ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ചോദിച്ചാൽ അപ്പൊ ഇവിടെ സാപ്പച്ചൊക്കെ ഇങ്ങനെ ഗൾഫിന്ന് ലീവിനായിട്ട് വന്നായിരുന്നു. വന്നിട്ട് കുറച്ചൊരു 10-15 ദിവസമൊക്കെ ഒരു 1 മന്തിനകത്തേ ഉള്ളൂ നിൽക്കുന്നത്. അപ്പൊ പോവാനായി 12-ാം തീയതി എന്തോ പോകണേ. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന ടൈമില് പുറത്തോട്ടൊക്കെ വന്ന ടൈമിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഉള്ള ടൈമില് മൊത്തം പുറത്ത് കറങ്ങാൻ പോകണം, വീട്ടിലിരിക്കാൻ വയ്യ, ഭയങ്കര ഷോക്കാണ്, ഇറങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വന്ന സമയത്ത് പറഞ്ഞ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ആയിട്ടിരുന്ന സമയത്താണ് സെറ പോണത് 21-ാം തീയതി. അപ്പം സെറ പോയി കഴിഞ്ഞിട്ട് ആണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കര ശോകം, മനസ്സിലായില്ലേ? എനിക്കങ്ങ് പെട്ടെന്ന് അവളങ്ങ് പോയപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ശോകമായിട്ട് എനിക്ക് വേറൊരു പരിപാടിക്കും പോകാനായിട്ടൊരു മൈൻഡ് വരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇന്നായപ്പോഴത്തേക്ക് വീട്ടിൽ ഇങ്ങനെ വന്നിട്ട് ആവശ്യ അവിടെ നിന്ന് വന്ന സമയത്തായിട്ട് ആവശ്യയുടെ ലേറ്റ് ഇതില്ല, കാർഡില്ല, ലൈക്ക് ATM കാർഡായിട്ടില്ല. അവിടെ നിന്ന് ലൈക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് പോയി പൈസ എടുത്തിട്ട് അവർ ലൈക്ക് ലിക്വിഡ് മണി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അത് പാടായതുകൊണ്ട് ഞാൻ എൻ്റെ കാർഡ് എടുത്തു. എൻ്റെ കാർഡ് എടുത്തിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ള എടുത്ത് അതിനുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ എന്നിങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിടാ, നിൻ്റെ സ്പെൻഡായ പൈസ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി, എനിക്കത് അക്കൗണ്ട് ഇട്ട് തരാന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം
ഞാൻ പറഞ്ഞില്ല അത് വേണ്ട, എനിക്കത് വേണ്ട, അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പറഞ്ഞ് നിനക്ക് പുറത്തു വരാനായിട്ട് ടൈം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പം എനിക്കാണെങ്കിൽ പുറത്തു പോകാൻ ഇപ്പോഴായിട്ട് ഒരു മൂളില്ല, മനസ്സിലായില്ലേ? ഇങ്ങനെ കറങ്ങാനും ഇങ്ങനെ അങ്ങനെ ഒരു മൈൻഡ് ഇല്ല. അപ്പം എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നിന്റെ പൈസ ഉണ്ട്, പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും വീട്ടുകാർക്ക് വേണ്ടി ചിലവാക്കാൻ ഇല്ലാത്ത സമയമാണ് ഇല്ലാത്തത്. ഇപ്പോഴത്തെ ഇവർക്കൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്തങ്ങ് ഒതുക്കുന്നതാണ്, അല്ലാണ്ട് സമയം കൊടുക്കാനില്ല എന്ന് പറഞ്ഞു. അയ്യോ, ഞാനൊക്കെ അത് കേട്ടിട്ടൊക്കെ ഡിപ്രഷനായി. പിന്നെ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ അങ്ങനെയല്ല, ലൈക്ക് ഇതാണ് റീസൺ എന്ന് പറയാൻ പോലും പിന്നെ എനിക്ക് തോന്നിയില്ല. ഞാൻ ഇങ്ങനെ പിന്നെ മിണ്ടാതിരുന്നങ്ങ് കേട്ടിട്ടങ്ങ് മിണ്ടാതിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വിട്ട ശോകമായി. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. എന്ത് പറയണത്, പിന്നെ റിപ്ലൈ കൊടുക്കാൻ എനിക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നിട്ട് എന്താ വിട്ടങ്ങത്. പെട്ടെന്ന് ഇപ്പൊ ഞാൻ ഇങ്ങനെ റിക്ലക്ട് ചെയ്തത് ഇത് വന്നപ്പോഴത്തേക്ക് എനിക്കത് ഓർമ്മ വന്നു. അതാണ് ഈ വീഡിയോ ഉണ്ടോ ഓർമ്മ, അതാണ് പറഞ്ഞത്. എന്ത് പറയാൻ, അല്ലാത്ത ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. ഞാൻ ആക്സിഡന്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ടൊക്കെ പുറത്തു പോകണം, കുറെയൊക്കെ ലൈക്ക് അവരോട് പുറത്തു പോകണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ. ബട്ട് എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് കുറച്ച് നമ്മൾ വിചാരിക്കുന്നതെന്ന് കൺട്രോൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ പോകുമെന്ന് പറയില്ലേ, അതേപോലെ ആയിപ്പോയി. പെട്ടെന്ന് സെറ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നത് സെറ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ചതുപോലെ എളുപ്പമല്ലായിരുന്നു, കുറച്ച് പാടായിരുന്നു. പെട്ടെന്ന് കാനഡയിലോട്ട് മാറിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കാരണം ഭയങ്കര ഷോക്കായിരുന്നു. പക്ഷേ ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ ഫുള്ള്, കാരണം ഇവർ വീട്ടുകാർ മൊത്തം ഗൾഫിലാണ്. അപ്പം ഇവിടെ ഗൾഫിലായിരുന്ന സമയത്ത് ഇവിടെ ആകെ മാമനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കൂടുതൽ ടൈമും ഒരു ദിവസത്തെ മെജോറിറ്റി ടൈമും ഫുൾ സ്പെൻഡ് ചെയ്യുന്നത് അവളുടെ കൂടെ ആയിരുന്നു. അപ്പം പെട്ടെന്ന് അവൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്കതങ്ങ് ഓക്കെ പറ്റിയില്ല. അത് കാരണമാണ് ഞാൻ പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ ഇതൊക്കെ ഒരു മടി വന്നു. പക്ഷെ അത് വീട്ടിലുള്ളവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാക്കാനാണെങ്കിൽ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അതുകൊണ്ടാണ് പോരുന്നത്, അല്ലാതെ ഒരു ഫീലിങ്സിനെ വാല്യൂ ചെയ്യാത്തല്ല. അപ്പൊ എല്ലാരും എല്ലാം സെറ്റാവും. ഒരു ഫീൽ ഗുഡ് ബോയ്ക്കുള്ള ത്രെഡുണ്ട്. മറ്റേ ത്രെഡ് ഉണ്ടായിരുന്നോടോ നീയൊക്കെ എന്നാ നാളെ ലുരുവോള് കൊണ്ടുപോകുന്നത്. പിന്നെ ലുരുവോള് കൊണ്ടുപോയിട്ട് തുപ്പിത്തരും അവരിന്നേ ലുരുവോള് പോയി. നാളെ അവിടെ കറങ്ങാനൊക്കെ പോയാണെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞത് വിഷുവാണ് പറഞ്ഞത്, നമ്മളെല്ലാ വീട്ടിലും പോയി കണി കാണിക്കണം. എങ്കിൽ കൃഷ്ണൻ ഞാനായോ, എങ്കിൽ പ്രഷർ ഞാൻ. എന്നാ പാട്ട് ഞാൻ പറഞ്ഞു കൃഷ്ണൻ അറിയില്ലേ. അല്ലെ നമുക്കിന്ന് ഇവിടെ മെഴുക മാമിയെ പാടും. കണ്ണും കണ്ണും കാത്തിരുന്നു ഇനി പാട്ടൊന്നും പാടണ്ട, ബാക്കി ഞാൻ നോക്കിക്കോളാം. എടാ മണ്ട, അത് വിഷുവിന് പോയിട്ട് മനസ്സിലായ കടി അടിക്കാൻ പോയതാണ് കൃഷ്ണനെ കൊണ്ട്. അവിടെ പോയിരുന്ന് മറ്റേ ഇത് പാടുന്നത്, കണ്ണും കണ്ണും കാത്തിരുന്നു പാടുന്നത്, മനസ്സിലായില്ലേ? മനസ്സിലായി. കയ്യിൽ കോലക്കുഴലും പിന്നെ മഞ്ഞക്കോടിയും കണ്ണൻ മുന്നിൽ നിൽക്കാൻ വിഷുവിനെ തന്നെ കൊന്ന പോണ്ടേ. പവർ സ്റ്റേഷൻ വല്ലതും വേണം റൺ ചെയ്യാൻ. ദ വേൾഡ്സ് ലാർജസ്റ്റ് ഗ്രാഫിക് കാർഡ് ഗ്രാഫിക് കാർഡാ ഇത്? Ladies and gentlemen, the world's largest graphics card. This is the A100 processor board. എടാ ഓവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ മെഷീൻ എന്നുള്ള രീതിയിൽ പറയില്ല അവര്. എല്ലാം റെഡി ആയിട്ട് ശരിക്കും ഓനിന്നാണ് എടുത്തത്. ചുമ്മാ കണ്ടന്റ്. It is 50 pounds, 8 GPUs connected by NVLink, 600 gigabytes per second, 6 MV switches, 1 million drill holes, 1 million 1 kilometer
of traces connecting all of this. ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കി? Over 30,000 components, എന്റെ അമ്മ 50 pounds. In DGX, 50 പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കിലോ ആയത്? അതന്നെ 50 പൗണ്ട് എന്ന് പറയുമ്പോ 20 കിലോ എന്തോ ഇല്ലേ? 22 കിലോ. എന്റെ അമ്മ. ഇത് സീനല്ലേ? അതും ബി സി എടുക്കാൻ വെഡിങ് ഇൻഡു എക്സ്പോർട്ടിക്. എക്സ്പോയ്ക്ക് ഇങ്ങനെ ഉള്ളൂ. കല്യാണം തന്നെ. എക്സ്പോയ്ക്ക് പോണ വണ്ടികൾ മുഴുവൻ കല്യാണത്തിനുണ്ടോന്നല്ലേ. ഇത് പക്ഷെ ഇപ്പൊ കൊറേ കോമൺ ആയത്. ഈ കൊറേ സ്ഥലത്തുകളിൽ ഇത് ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എക്സ്പോയ്ക്ക് കൊണ്ടുപോകണവരെ കൊണ്ടുവന്നിട്ട് പോകും. പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവശ്യമില്ല ഇതിന്റെ വെറുതെ ഇത് മറ്റേ പൈസ നമുക്ക് ഉണ്ടാക്കാം, അതൊക്കെ വരും. ഒരു ജീവൻ നാളെ നമുക്കൊരു കുറ്റബോധം തോന്നിയാൽ, ഈ പെരുന്നാളൊക്കെ ആഘോഷിച്ച് വിഷുവൊക്കെ ആഘോഷിച്ച് എല്ലാം കഴിയുമ്പോൾ ഒരു കുറ്റബോധം തോന്നിയാ ഇന്ന് ഇപ്പൊ ഇച്ചിരി കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല അല്ലെ. ഇപ്പൊ ചെയ്യണം. നിങ്ങളുടെ മനസ്സിന്റെ വലുപ്പം ഇപ്പൊ കാണിക്കണം. മലയാളികൾ സംഭവം ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെളി വാരി എറിയോ ഇത്രയൊക്കെ പാരവയ്പ്പൊക്കെ ഉണ്ടെങ്കിലും ഒരാവശ്യം വന്നാലല്ല, ഒരത്യാവശ്യം വന്നാൽ ഒരുമിച്ച് കട്ടയ്ക്ക് നിൽക്കും. അതാണ് മലയാളി. ലോകത്തിന്റെ മാതൃകയാണ് മലയാളി. മലയാളി ശക്തി, മലയാളി ബ്രെയിൻ. അത് നടക്കും. അതുകൊണ്ടാണ് ഓരോ മിനിറ്റിലും ആപ്പിലൂടെ പൈസ കേറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇതാണ് പറയാൻ. ഒരു ഭയങ്കര സംഭവം തന്നെയായിരുന്നു അല്ലേ. 34 കോടി രൂപ നമ്മളെ കേരളത്തിലുള്ളത് മൊത്തം 3.5 കോടി ആൾക്കാരല്ലേ. എത്ര ആ റേഞ്ച് എന്തോ ആണുള്ള. അതിന്റെ കട്ടിയും 10 ഇരട്ടി ഉള്ളതാണ്. പക്ഷെ ഒരാൾ 10 രൂപ വെച്ച് ഏകദേശം ഇട്ടാൽ കിട്ടുന്ന ഒരു എമൗണ്ട് അത് കളക്ട് ആയെന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു അല്ലേ. വിഷയം ഒന്നും പറയാനില്ല. അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു സത്യം പറഞ്ഞു. പല പടങ്ങളും ഇറങ്ങും. അവന്റെ ന്യൂ ഫിലിം ആണെന്ന് മൈൻഡ് വിളിച്ചത് അയാൾ പറയുന്ന കാണാൻ പോലും നിൽക്കരുത്. സമ്മതിക്കരുത് കേട്ടല്ല. ബാബുവിന് വെച്ച് ഒരു ഡോസ് കൊടുത്തതാ, കണ്ണമ്മൂനൊരു അവസരം കൊടുത്തതാ. ഹലോ ഹലോ, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇത് ഞാൻ വന്നപ്പോ ഇങ്ങനെ ആയതാണ്. ഇത് സംഭവം മനസ്സിലാണോ? മറ്റേ ചോട്ടാ മുംബൈ 2-ലെ മറ്റേ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വരുന്നത്. മറ്റേ അമ്മച്ചില്ലേ മണിയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. ഒരു ചെമ്പരത്തി കൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റായി. കണ്ണാപ്പി എടാ, ഞാൻ ഈ സിറ്റിയില് എങ്ങനെ ജീവിക്കുന്നേന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇല്ല, ആരെങ്കിലും തിരക്കാൻ പറ്റുമോ? നിന്നെ ആർക്കൊക്കെ അറിയുമോ? അത് പറയണ്ട. കോലം കാണുമ്പോഴേ അറിയാം തെണ്ടിയാണ്. ഇങ്ങനെ എടുത്തെന്ന് പറയല്ലേ. അവസാനത്തെ ഹോട്ടൽ തിരുന്ന് സൂപ്പറായിട്ടുണ്ട്. കണ്ണാപ്പിനെ കളിയാക്കണ എന്തൊരു വർക്കല DJ പാർട്ടി നടത്തിയതാന്ന്. വർക്കല എനിക്കൊന്ന് അറിയണം. എനിക്കൊന്ന് പോകണം. ഇവിടുത്തെ DJ പാർട്ടി എവിടെയാണ് നടന്നത് എനിക്കൊന്ന് അറിയണം. സ്ഥലം ഒന്ന് അറിയണം. ആർക്കെങ്കിലും അറിയാമെന്ന് പറഞ്ഞു പ്ലീസ്. വർക്കല എവിടെയാണ് പ്ലീസ് ഒന്ന് പറയൂ. നീ വരണ്ട. 18 വയസ്സാത്ത കൊച്ചു ഷുണ്ണീനെ കൊണ്ടൊന്നും ഞാൻ പോകൂല അവിടെ. എന്നിട്ട് ട്രിക്ക് ബൈക്ക് എടുത്തതാണ് അറിഞ്ഞത് സ്റ്റാർട്ട് ആക്കിയപ്പോഴേ. ടൂർണമെന്റ് കളിക്കുന്ന ബ്രോ. ഇല്ല ബ്രോ, ഇത് പഴയല്ലേ. നമ്മൾ ഈ സിയൊക്കെ വിട്ട് നമ്മളിപ്പോ PUBG PC ഒക്കെ കളിക്കുന്ന കുറവാണ്. അപ്പൊ കയറണം. പഴയ വീഡിയോസ് എല്ലാം കൂടി വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് നമ്മുടെ 1 മണിക്കൂറായ സ്ട്രീം തുടങ്ങിയിട്ട് എല്ലാം. ഇപ്പൊ 2 ട്രോൾസ് കൂടി കണ്ട് നമുക്ക് സിറ്റിയിൽ കയറാം. നമുക്ക് എന്തിനാണ്
ബാബു ബാബു ഹലോ മല്ലി ഇത് മല്ലി ഇത് മല്ല ഈ പോയില്ലേ പോ മല്ലി പോയി തലമുഴ കേൾക്കാൻ ഞാൻ പ്രത്യേകില്ല തിരിച്ചു വന്നേ തല പോയിരിക്കണം നമ്മളേക്ക് കുറച്ച് സോങ് മിസ്സായാലേ അത് നോക്ക്. അല്ലല്ല വേറെ വീഡിയോസ് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞതാ നമുക്കൊരു 1 hour നോക്കിയിട്ട് നമുക്ക് ട്രോൾസ് കയറാനായിട്ട് മറ്റേ പുതിയ സിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ട് വരാം. നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ബാനൊക്കെ വന്നാലും നമുക്ക് കയറാനായിട്ടൊരു സിറ്റി ആവുമല്ലോ. അത്രേ ഉള്ളൂ. എനിക്കാണെങ്കിൽ അതിൻ്റെ അത് ക്യാരക്ടർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇനി അതൊക്കെ കയറി സെറ്റ് ചെയ്യണം. അത് വേറെ രസം. പുതിയ തോമസ് ഷെൽബി ആണ്. എല്ലാരും ഒന്ന് പേടിച്ചു. ഇത് പഴയ എനിക്ക് താല്പര്യമില്ല കാണാൻ. ഞാൻ അറിയാതെ അടുത്ത് ഇതാക്കിയതാണ്. ഇതെന്തൊരു വെട്ടി വെച്ചിരിക്കുന്നവരെ കറക്റ്റ് എന്താണ് എന്ത് സീനൊക്കെ ബോബ്. And there's a million of us just like me, bust like me, just don't give a fuck like me, dress like me, walk, talk, and act like me. It just might be the next best thing, but not quite me. I'm Slim Shady, yes I'm the real Shady. On you. ബോബ് ഇവിടെ നിന്ന് പയ്യെ നാട് കിടക്കാനുള്ള പരിപാടികളിലേക്കൊക്കെയാണ് പ്ലാൻ ബോബിന്റെ. ഇവിടെ സ്ട്രീമിംഗ് ഒക്കെ ചാൻസ് കുറവായിരിക്കും ബോബിന്റെ കാര്യത്തിൽ. എന്ത് ചെയ്യാന്? റാൻഡം വോയിസ് പ്ലേയിങ് നെഞ്ചൊടുക്കിന്റെ സോങ്. ഒരുത്തവിടെ പാട്ട് വിട്ട് തേപ്പ് കിട്ടിയെന്ന് തോന്നുന്നു. അവന്റെ ഇങ്ങറ്റത്ത് നിന്നിട്ട് തന്നെ എനിക്ക് ഡിപ്രഷൻ അല്ലല്ലോ, മറ്റേ ഒരു ഇരുട്ടുണ്ടല്ലോ, മറ്റേ ഭയങ്കര സാഡ് ആയിട്ടിരിക്കും. ഞാൻ ഒരു അടുത്തൂടെ പോയിരുന്നു. നെഞ്ചുടുക്കിന്റെ നൊമ്പരങ്ങൾ പാടാം. വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാത്തവർക്കൊക്കെ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലൊക്കെ. വണ്ടി കൊടുത്തൊക്കെ ഇറങ്ങിക്കോളും. ഇങ്ങനെയുള്ള ഈഗിൾപുറം ദുബായിക്ക് പോകുന്നതിന് മുമ്പ് ഒരു മീറ്റപ്പ് ഉണ്ടാവും. ടിവിയുടെ മീറ്റപ്പാണ് അതെനിക്ക് അറിഞ്ഞൂടാ. മറ്റേ മീറ്റപ്പാണെങ്കിൽ അറിഞ്ഞൂടാ. എന്ത് പറയാൻ പ്ലീസ്. കിക്കിന്റെ അകത്ത് കിക്കില് ലൈവ് ആണെന്നുള്ളത് എല്ലാരും അറിഞ്ഞില്ലേ? യൂട്യൂബിലായിരുന്ന സിറ്റി കയറാം. ബാക്കി കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനി കാണാം. ശേഷം പിന്നെ കാണാം. സിറ്റിയിലോട്ട് കയറുന്നതായിട്ട് നോക്കാം.